എല്ലാവർക്കും വന്ദനം. ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിനങ്ങളിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നു. ദൈവം വിശ്വസ്തൻ. നല്ല ആരംഭങ്ങളും നല്ല പൂർത്തീകരണങ്ങളും കർത്താവ് നമുക്ക് തരും. ബൈബിളിൽ ഫിലിപ്പി ലേഖനം 1:4 അതിൽ പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ദൈവം ആരംഭിച്ചതൊന്നും നിന്നു പോകില്ല. ഇത് നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് രജിസ്റ്റർ ആകണം. ദൈവം ആരംഭിച്ച സഭ ദൈവം ആരംഭിച്ചതാണ്. ഇത് നിന്ന് പോകാനായിട്ട് പിശാച് എല്ലാ പരിപാടിയും ചെയ്തു. എന്നാൽ മാർട്ടിൻ ലൂതറിലൂടെ 1600 വീണ്ടും ഇത് പൊങ്ങി വന്നു. നീണ്ട വർഷങ്ങളത് ഇരുട്ടിലോട്ട് പോയെങ്കിലും, സഭ ഇരുട്ടിലേക്ക് പോയെങ്കിലും ദൈവം ആരംഭിച്ചതൊന്നും നിന്നു പോകില്ല. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരം ജയിക്കില്ലെന്ന് പറഞ്ഞാൽ പൊളിച്ചു കളയാൻ പാതാള ഗോപുരത്തിന് കഴിയില്ല. നാം സഭയാണ്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യേശുവിൻ്റെ വിലപ്പെട്ട നിക്ഷേപങ്ങളാണ് നാം. യേശു ഈ ഭൂമിയിൽ പണിയുന്നത് സഭയാണ്. യേശു ഭൂമിയെ പണിയുകയല്ല, ഭൂമി നാശത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ഭൂമി മാറിപ്പോകും, ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന്. എന്നാൽ യേശുവിൻ്റെ സഭ മാത്രം നിലനിൽക്കും. നമുക്കൊരു നിലനിൽപ്പുണ്ട്. കാരണം നാം സ്വീകരിച്ചത് മാറ്റമില്ലാത്ത വചനത്തെയാണ്. അതുകൊണ്ട് വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു സത്യം അറിയാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടുമാണ്. അപ്പോൾ എല്ലാ വചനങ്ങളും, എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ശ്വാസമാണ്. നമുക്ക് വചനമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. വചനമില്ലാതെ ആരെങ്കിലും വിശ്വാസികൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജഡീകരാണ്. വചനമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ, ആത്മാവിൽ ജീവിക്കാൻ കഴിയില്ല. പല വിശ്വാസികളും ബൈബിൾ തുറക്കാറേയില്ല. അവർ ജീവിക്കുന്നത് ബൈബിളിലല്ല, അവർ ജീവിക്കുന്നത് ജഡത്തിലാണ്. അപ്പോൾ അങ്ങനെയും ജീവിക്കാം. എന്നാൽ വചനത്തിലാണ് നമ്മുടെ മനുഷ്യൻ വളർന്ന് ശക്തനാകുന്നത്. ശൗല് പൗലോസായത് വചനത്തിൽ വളർന്നപ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഈ വചനം നാം ഭക്ഷിച്ച് സൗഖ്യമായി, കൃപയുള്ളവരായി, അത്ഭുത സാക്ഷികളായി ഭൂമിയുടെ അറ്റത്തോളം ഓടുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമുക്ക് ചേർന്ന് പാടി യേശു കർത്താവിനെ ആരാധിക്കാം. ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ, ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ,
യേശു അങ്ങയുടെ സ്നേഹത്തിന് പകരമായി നിങ്ങൾക്കൊന്നും തരാനില്ല. ഞങ്ങളുടെ ഹൃദയങ്ങളെ തരുന്നു കർത്താവ്. ഞങ്ങൾക്ക് നന്ദിയല്ലാതെ, ഞങ്ങളുടെ പാട്ടുകളല്ലാതെ, ഞങ്ങളുടെ ഓരോ ശ്വാസമല്ലാതെ ഞങ്ങൾക്കൊന്നും തരാനില്ല കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ സ്നേഹത്തിനായി നന്ദി. അങ്ങയുടെ ദീർഘക്ഷമയ്ക്കായി നന്ദി. അങ്ങ് അവസാനത്തുള്ളി രക്തം പോലും ഞങ്ങൾക്ക് വേണ്ടി ഒഴിച്ചു തന്നതിനായി നന്ദി. മുൾക്കിരീടവും ആടി വീണരേറ്റതും എങ്ങനെ മറക്കും നാഥനെ. സ്വന്ത ജീവനേകും ദൈവകുഞ്ഞാടിന് നന്ദി ചൊല്ലാൻ നാവു പോരാ. മുൾക്കിരീടവും ആടി വീണരേറ്റതും എങ്ങനെ മറക്കും നാഥനെ. സ്വന്ത ജീവനേകും ദൈവകുഞ്ഞാടിനെ നന്ദി ചൊല്ലാൻ നാവു പോരാ. എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനെ. എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചു. എന്തു നൽകും പകരം? എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനെ. എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. വേദനകളെ അനുഗ്രഹമാക്കി മാറ്റുക എന്ന ആ സന്ദേശം 3-ാം ദിവസമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് വേദനകളെ പാഴാക്കി കളയരുത്. ദൈവം അനുവദിക്കുന്ന എല്ലാ വേദനകളെയും നാം തക്കത്തിൽ ഉപയോഗിക്കാൻ പരിശീലിക്കണം. അപ്പോൾ അതിൽ 1 പത്രോസ് 4:12 വായിക്കുന്നു, പ്രിയമുള്ളവരെ. എന്താണ് വിളിക്കുന്നത് പത്രോസ് അപ്പോസ്തലൻ നമ്മെ? പ്രിയമുള്ളവർ. ആർക്ക് പ്രിയമുള്ളവർ? ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവർ. പ്രിയമുള്ളവരെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പ്രമോഷനുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന് വലിയ വിജയമുണ്ട്. അവിടെ വായിക്കുന്നു, അടുത്ത വാക്യം 13, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിപ്പാനിടയാകും. 14,
ക്രിസ്തുവിൻ്റെ നാമഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നല്ലോ. അപ്പോൾ നിന്ദകളെ സഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മെ ആ സഹനത്തിലേക്ക് നയിക്കുന്നതെന്ന് ആ വാക്യത്തിൽ നിന്ന് നമുക്കറിയാം. 15, നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കഷ്ടങ്ങളുണ്ട്. സ്വന്തം തെറ്റ് നിമിത്തം വന്നുപോയ വിതച്ചത് കൊയ്യുന്നത് അത് ദൈവത്തിൽ നിന്നല്ല, അത് അനുഭവിക്കേണ്ടതാണ്. അതിന് പ്രതിഫലവും പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് വരുന്നതിന് വലിയ പ്രതിഫലങ്ങളുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രയേ വേണ്ടത്. അപ്പോൾ വേദനകൾ, ദൈവം അനുവദിക്കുന്ന അഗ്നി പരിശോധനകളെ നാം സ്വീകരിച്ച് അംഗീകരിച്ച് അനുഗ്രഹമാക്കി മാറ്റുക. അപ്പോൾ നാം അനുഭവിക്കുന്ന വേദനയാണ് നാം ആരാകണമെന്ന് തീരുമാനിക്കുന്നത്. അബ്രഹാമിന്റെ ചരിത്രത്തിൽ നിന്ന് പറഞ്ഞാൽ വേദന നമ്മെ ആശ്രയബോധമുള്ളവരാക്കി മാറ്റും. അബ്രഹാമിന്റെ ജീവിതത്തിൽ വലിയ ഒരു വേദന, വലിയ ഒരു നിന്ദ തൻ്റെ ജീവിതത്തിലുണ്ട്. ആ വേദന ദൈവത്തോട് കൂടുതൽ ആശ്രയബോധമുള്ളവനാക്കി അവനെ മാറ്റി. അവന് വന്ന വേദന അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിയെന്നല്ല, അവന് വന്ന വേദന അവനെ ദൈവത്തോട് അടുപ്പിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ എന്ന് തൊട്ട് ചിന്തിച്ചു, അബ്രഹാമിന് വന്ന വലിയ വേദനകളിൽ ദൈവം അവനോട് കൂടുതൽ അടുത്തിരുന്നതായിട്ടാണ് നാം കാണുന്നത്. രാത്രി ദർശനങ്ങൾ, എപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം, അബ്രഹാമേ ഞാൻ നിന്നെ കൈവിടില്ല, ഈ ദേശത്തേക്ക് ഞാൻ മടക്കിക്കൊണ്ടുവരും, ഞാൻ നിനക്ക് മക്കളെ തരും. വേദനകളിൽ ദൈവം വേദന മാറ്റുന്നില്ല, വാഗ്ദത്തങ്ങൾ കൊണ്ട് നിറച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, സമം ആശ്രയിച്ചു. അവൻ്റെ വേദനകളുടെ നടുവിൽ അബ്രഹാം ദൈവത്തോട് കൂടുതൽ അടുത്തു. വേദനകൾ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന ഒന്നാണ്. നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നില്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള വേദനയല്ല. അപ്പോൾ അതിനെ തിരിച്ചറിയണം. നിങ്ങൾക്ക് വേദനകൾ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതാണെങ്കിൽ അതിലൂടെ വലിയ കൃപകളും വരങ്ങളും നിങ്ങൾക്ക് എനിക്ക് ലഭിക്കാനുണ്ട്. അടുത്തത്, വേദന നമ്മെ പ്രാപ്തരാക്കുന്നു. ജോസഫിനെ നോക്കിയേ. ജോസഫിൻ്റെ പൊട്ടക്കുഴിയും ജോസഫിൻ്റെ അടിമത്ത വീടും ജോസഫിൻ്റെ ജയിൽവാസവും എല്ലാം അവനെ ആരാക്കി മാറ്റി. അപ്പൻ്റെ ഇളയ മകനാണ്. അപ്പനെ ആടിനെ തീറ്റാൻ പോലും വിടില്ല. ഏറ്റവും നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് അപ്പൻ്റെ കൂടെ സ്ഥിരം ഇരുത്തിയിരിക്കുകയാണ്. അവന് വേദന എന്താണെന്ന് അറിയില്ല. യാക്കോബ് വേദനകളിലൂടെ കയറി ഇറങ്ങിയവനാണ്. നീണ്ട വർഷങ്ങൾ രാവും പകലും മഞ്ഞും മഴയും കൊണ്ട് ജീവിതം ഒത്തിരി കയ്പിലൂടെ പോയവനാണ്. ഫറവോ ചോദിച്ചു, നിനക്ക് എത്ര വയസ്സായി? രാജാവ് ചോദിച്ചു, എൻ്റെ പരദേശ പ്രയാണം 130 സംവത്സരം, അതിൻ്റെ പ്രതാപം കഷ്ടവും വേദനയുമാണെന്നൊക്കെ രാജാവിനോട് വരെയും തൻ്റെ അവസ്ഥകൾ പറഞ്ഞ ആളാണ് യാക്കോബ്. എന്നാൽ യാക്കോബിൻ്റെ ഒറ്റ തീരുമാനമുള്ളൂ, ജോസഫ് വേദനിക്കരുത്. ഞാൻ എത്ര വേദനിച്ചാലും എൻ്റെ മോൻ ജോസഫ് എൻ്റെ ഏറ്റവും ഇഷ്ടനാണ്. അവൻ ജനിച്ച ശേഷമാണ് എനിക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായത്. കാരണം റാഹേൽ ജോസഫിനെ പ്രസവിച്ചപ്പോൾ ആ പേര് തന്നെ ദൈവം ഇനിയും കൂട്ടിച്ചേർക്കും. അതിനുശേഷമാണ് യാക്കോബ് അമ്മായിയപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഇരട്ടിയുള്ളവനായി പുറപ്പെട്ടതെല്ലാം, വർദ്ധിച്ചതെല്ലാം. ജോസഫിനെ ഒരു ഭാഗ്യ ചിഹ്നമാക്കി ആര് വെച്ചിരിക്കുകയാണ്? അപ്പൻ വെച്ചിരിക്കുകയാണ്. എൻ്റെ മോനൊരു അനുഗ്രഹമാണ്. ഏറ്റവും നല്ലൊരു ഉടുപ്പൊക്കെ ഇടിച്ച് പല വർണ്ണമുള്ള നിറമുള്ള ഒരു അങ്കിയൊക്കെ തയ്പ്പിച്ച് കൊടുത്ത് അവനെ വീട്ടിൽ ഒരു വേദനയും അനുഭവിക്കാതെ നിർത്തിയിരിക്കുകയാണ്. പല അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങളോട് പറയും, എൻ്റെ മോള് അടുക്കളയിൽ കയറരുത്, അവിടെ കരിയാകും കയ്യിലൊക്കെ, പിന്നെ പാത്രമൊന്നും കഴുകരുത്, കയ്യിലൊക്കെ മുഴുവൻ അഴുക്കാകൂലേ, പാത്രമെല്ലാം കഴുകി സോപ്പിലൊക്കെ കൂടുതൽ കൈ ഉപയോഗിച്ചാൽ ഈ കൈയുടെ ഭംഗി അങ്ങോട്ട് പോകും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് അതൊന്നും ചെയ്യരുത്, തുണിയൊന്നും അലക്കരുത്.
പിന്നെ അങ്ങനെയുള്ള അമ്മമാരോട് പറയട്ടെ, വേറെയും കൂടി പറഞ്ഞു കൊടുക്കുക, എൻ്റെ കുഞ്ഞ് പല്ല് തേക്കരുത്, കുളിക്കരുതെന്നും കൂടി പറ, മുടിയരുത്. അതെന്താ പറഞ്ഞു കൊടുക്കാത്ത? ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ ഒരു പണിയും ചെയ്യിപ്പിക്കാതെ കഴിവില്ലാത്തവരാക്കി മാറ്റുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് മുഴുവനും കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുക്കണം. അടുക്കളയിൽ പെൺകുട്ടികൾക്ക് പരിശീലനം കൊടുക്കണം. മറ്റെല്ലാ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാൻ ഉത്തരവാദിത്തം യൗവനക്കാർക്ക്, ആൺകുട്ടികൾക്ക് പരിശീലനം കൊടുക്കണം. നാളെ നിങ്ങളില്ലെങ്കിലും അവരൊരു കുടുംബം കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവരാക്കി മാറ്റണം. ദാവീദിന്റെ അടുക്കൽ വന്നവരെല്ലാം വളരെ പ്രാപ്തരായി. 400 പേർ, കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ ദാവീദിന്റെ അടുക്കൽ വന്നു. അവർ വീരന്മാരായി. ദാവീദ് അവരെ ട്രെയിൻ ചെയ്തു, വീരന്മാരാക്കി മാറ്റി. ഇവിടെ യാക്കോബ് മൂത്ത 10 പുത്രന്മാരെയും നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. യാക്കോബ് എന്തെല്ലാം പഠിച്ചതെല്ലാം, എന്നാൽ ഒരു മോനോടുള്ള സ്നേഹം, അതൊന്നും ദൈവികമല്ല. ദൈവം എന്ത് ചെയ്തു? അതിനുള്ള പണിയൊക്കെ ദൈവം കരുതി വെച്ചു. ദൈവം ജോസഫിനെ പ്രാപ്തിയുള്ളവനാക്കാൻ പദ്ധതിയിട്ടു. കാരണം ഒരു കാലഘട്ടത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കേണ്ടവനാണ്. എന്തോരം പ്രാപ്തി വേണം! ഒരു കഴിവുമില്ലാത്ത ഒരുവനെ എങ്ങനെ കൊട്ടാരത്തിൽ കൊണ്ടുപോകും? ദൈവത്തിന് ഇവനെ ട്രെയിനിങ്ങിലൂടെ വിടണം. യാക്കോബിന് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വിടാൻ ആണ് കഴിഞ്ഞുള്ളൂ. ദൈവം ഭൂമിയുള്ള സകല മനുഷ്യരുടെ ക്ഷേമം അന്വേഷിക്കാൻ ജോസഫിനെ ആക്കി. അപ്പോൾ നമ്മുടെ അപ്പനേക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ വിലയേറിയ ഒരു ദൗത്യം നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിട്ടുണ്ട്. ജോസഫ് പോയ എല്ലായിടത്തും ദൈവം കൂടിയിരുന്നു. എന്നാൽ ജോസഫിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നൊന്നും ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നില്ല. എന്താ? അവനെ ദൈവം ഓരോ കഷ്ടങ്ങളിലും പ്രാപ്തിയുള്ളവനാക്കി മാറ്റി. ഓരോ ഇടങ്ങളും ഓരോ വർഷങ്ങളും അവൻ പ്രാപ്തിക്ക് മീതെ പ്രാപ്തിയുള്ളവനായി തീർന്നു. അവൻ്റെ പ്രാപ്തിയുടെ ക്ലൈമാക്സിൽ അവൻ എത്തിയപ്പോൾ ഉടനെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അവന് ക്ഷണമുണ്ടായി. ഉടനെ അവൻ്റെ സാഹചര്യം മാറി. നാം പ്രാപ്തരായി തീർന്നാൽ ഉടനെ സാഹചര്യങ്ങൾ മാറും. ചില സ്ഥാനമാനങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. അതിനുള്ള പ്രാപ്തി നമ്മുടെ ജീവിതയാത്രയിൽ പരീക്ഷകളിലൂടെ കയറിയിറങ്ങി നാം സ്വയത്തമാക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. അപ്പോൾ വേദന നമ്മെ ആശ്രയബോധമുള്ളവരാക്കി മാറ്റും. അബ്രഹാമിൻ്റെ ചരിത്രത്തിൽ വേദന നമ്മെ പ്രാപ്തരാക്കി മാറ്റും. ജോസഫിൻ്റെ ചരിത്രത്തിൽ നിന്ന് വേദന നമ്മെ സൗമ്യരാക്കി മാറ്റും. അത് മോശയുടെ ചരിത്രത്തിൽ നിന്ന്. മോശ അനുഭവിച്ച വേദനകൾ, ഇസ്രായേൽ മക്കളിൽ നിന്ന് അനുഭവിച്ച നിന്ദകളും പരിഹാസങ്ങളും, മോശയുടെ സ്വഭാവത്തിന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ അടിച്ചു കൊല്ലുക, കുഴി തോണ്ടുക, ഒരു കൈ കൊണ്ട് കൊല്ലുക, മറ്റേ കൈ കൊണ്ട് കുഴി തോണ്ടുക, അടുത്ത കൈ കൊണ്ട് വീണ്ടും അവനെ അതിനകത്തൊട്ടിടുക, വീണ്ടും കുഴി മൂടുക. ഇതെല്ലാം കൂടി ഒരു അരമണിക്കൂറിന് താഴെ സമയം കൊണ്ട് ചെയ്യാൻ മോശയ്ക്ക് 40-ാമത്തെ വയസ്സിൽ കഴിവുണ്ടായിരുന്നു. എന്നാൽ അതേ മോശയെക്കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്നു, എൻ്റെ ദാസനായ മോശയെപ്പോലെ സൗമ്യൻ ഈ ഭൂതലത്തിൽ ആരുള്ളൂ. അപ്പൊ ദൈവം മോശയെ എങ്ങനെ സൗമ്യനാക്കി? അവൻ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ പലപ്പോഴും വീണ് കിടന്നു. അവർ കല്ലെറിയാൻ കല്ലെടുത്തപ്പോൾ കാലേബ് യോശുവയും വസ്ത്രം കീറിക്കൊണ്ട് അവർ പറഞ്ഞു, നമുക്കവിടെ പോകാൻ കഴിയും, നിങ്ങൾ നേതൃത്വത്തോട് എതിർക്കരുത് എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ബൈബിളിൽ കാണാം. മോശ വീണ് കിടക്കുന്നത് ദൈവസന്നിധിയിൽ, ഇനി ഒന്നും ചെയ്യാനില്ല കർത്താവേ. അതികഠിനമായ പരിശോധനകൾ, സഹിക്കാൻ കഴിയാത്ത വേദനകൾ എല്ലാം നേരിട്ടവനാണ് മോശ. അതായത് ദൈവത്തിൻ്റെ ഉപകരണമായിട്ട് ജീവിക്കണമെങ്കിൽ അസാധാരണമായ വേദനകളിലൂടെയെല്ലാം നാം കയറിയിറങ്ങി നാം കൊള്ളാകുന്നവരാകണം.
വേദന മോശയെ ഭൂതലത്തിൽ വെച്ച് ഏറ്റവും സൗമ്യനായ മനുഷ്യനാക്കി. ബൈബിളിൽ യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ, അവർ ഭൂമിയെ കൈവശമാക്കും. ഈ ഭൂമിയിൽ വലിയ നേട്ടങ്ങൾ കൊയ്യണമെങ്കിൽ, ഭൂമിയെ നിയന്ത്രിക്കണമെങ്കിൽ, ഭൂമിയിൽ വലിയ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കണമെങ്കിൽ സൗമ്യത എന്ന വലിയ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉളവായി വരണം. അപ്പോൾ ഈ അനുഗ്രഹം ഉളവാകണമെങ്കിൽ ഏറ്റവും വലിയ കോപിഷ്ഠനായ മോശയെ ചില കഷ്ടതയുടെ അനുഭവത്തിലൂടെ കയറ്റി ഇറക്കി കൊള്ളാകുന്നവനാക്കി മാറ്റണം. അതാണ് വേദന മോശയെ സൗമ്യൻ എന്നല്ല, ഭൂതലത്തിൽ വെച്ച് ഏറ്റവും സൗമ്യൻ. ഇപ്പോൾ മോശയ്ക്കെതിരെ അഹരോനും പെങ്ങൾ മിരിയാമും പിറുപിറുത്തപ്പോൾ ദൈവം ഉടനെ ഇടപെട്ടു. മോശ മിണ്ടിയില്ല. നേരത്തെ അങ്ങനെയല്ല, ഏത് കാര്യത്തിനും മോശ തന്നെ മോശയ്ക്ക് വേണ്ടിയൊക്കെ ഇടപെടും. ഇപ്പോൾ മോശ മിണ്ടാതെ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താ കാരണം? എനിക്കൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനും സംസാരിക്കാനും ചോദിക്കാനും പറയാനും ഒരു കർത്താവുണ്ട്. മൗനമായിരിക്കുന്ന നിലവാരത്തിലേക്ക് മോശ ഉയർന്നു വന്നു. അപ്പോൾ ദൈവം ഇടപെടാൻ തുടങ്ങി. ദൈവത്തിന് സമയം കൊടുത്തു. അതിൻ്റെ പേരാണ് സൗമ്യത. നാം പ്രതികരിക്കാതെ ഇരുന്നാൽ, നാം പ്രവർത്തിക്കാതെ ഇരുന്നാൽ ദൈവം ഇടപെടുന്ന ഒരു അനുഭവം ഉണ്ട്. അതാണ് മോശയുടെ ചരിത്രത്തിൽ. മിരിയാമിനോട് ദൈവം പറഞ്ഞു, ഒരാഴ്ച നീ കുഷ്ഠരോഗിയായിട്ട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. എൻ്റെ ദാസനായ മോശയെപ്പോലെ സൗമ്യൻ ഭൂതലത്തിൽ ആരുള്ളൂ? എല്ലാ പ്രവാചകന്മാരോടും ഞാൻ സംസാരിക്കും, എന്നാൽ അവനോട് ഞാൻ മുഖാമുഖം സംസാരിക്കുന്നവനാണ്. എനിക്ക് ഏറ്റവും സ്പെഷ്യലാണ് അവൻ സൗമ്യതയുള്ളവനാണ്. ദൈവം സാക്ഷ്യം പറഞ്ഞു. നാം നമ്മെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ദൈവം നമ്മെക്കുറിച്ച് പറയത്തക്ക രീതിയിൽ നമ്മുടെ സാക്ഷ്യങ്ങളെ മെച്ചമാക്കാൻ നാം മൗനത, വേദനകളുടെ നടുവിൽ പാലിക്കുക എന്നുള്ളത് എത്ര വിലപ്പെട്ട അനുഗ്രഹമാണ്. അപ്പോൾ വേദനയെ മോശ അനുഗ്രഹമാക്കി മാറ്റി. എങ്ങനെ? സൗമ്യത എന്ന ഫലത്താൽ അവൻ ഫലം കായ്ക്കാനിടയായി. അടുത്തത്, വേദന നമ്മെ വിവേകശാലികളാക്കി മാറ്റും. ദാവീദ് ഒരു കൊച്ചി ഇറക്കനായിരുന്നു, വെറും ഒരു ആട്ടിടയനാണ്. എന്നാൽ ദാവീദ് കയറിയിറങ്ങിയ വേദനകൾ അവൻ ഏറ്റവും വിവേകമുള്ളവനായി. ശൗൽ എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോഴും അവൻ കണ്ണടച്ചല്ല കിന്നരം വായിക്കുന്നത്. ഒരു കണ്ണ് കിന്നരത്തിൻ്റെ കമ്പികളിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അടുത്ത കണ്ണ് ശൗലിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് കുന്തവുമായി ചാടുമ്പോൾ ഉടനെ കിന്നരം വിട്ട് ദാവീദിന് ഒഴിഞ്ഞു മാറാൻ അറിയാം. അതാണ് വിവേകം. അതായത് എന്തിലാണോ അതിനകത്ത് ഫോക്കസ് ആയിട്ടിരിക്കുന്നവനല്ല. അവൻ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അത് ഈ പക്ഷികളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. എല്ലാ ജീവികളും അവരെ ഒരു ജോലി ചെയ്യുമ്പോൾ പക്ഷികളൊക്കെ താഴോട്ട് ഇറങ്ങി വന്ന് പൂച്ചയുണ്ടോ പട്ടിയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അടുത്ത പരിപാടി. എന്തെങ്കിലും ഒരു അപകട സൂചന ഉണ്ടെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഉടനെ പറന്നൊരു മുകളിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും താഴെ ഇറങ്ങും. ഇത് മനുഷ്യർക്ക് ഇതുവരെയില്ല. മനുഷ്യൻ എന്തിലാണോ അതിനകത്ത് തന്നെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ആശ്രയിച്ചു പോകും. എന്നാൽ ദാവീദിനെ നോക്കിയ വിവേകം എന്നുള്ള ഒരു അനുഗ്രഹം അവനിൽ വളർന്നു. അതുകൊണ്ട് അവൻ എല്ലാ വഴികളിലും വിവേകമുള്ളവനായി. അവന് കാര്യങ്ങൾ വിവേകത്തോടെ ചെയ്യാൻ പ്രാപ്തി അവൻ തന്നെ സമ്പാദിച്ചെടുത്തു. വേദന ദാവീദിനെ ആരാക്കി മാറ്റി? വിവേകമുള്ളവനാക്കി മാറ്റി. അടുത്തത്, വേദന നമ്മെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ വേദനകളിലും അവനൊരു വാക്ക് പോലും പാപം ചെയ്തില്ല. ആ വേദനകളിലെല്ലാം അവൻ വിശ്വാസം പറഞ്ഞു. സമയക്കുറവുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അടുത്തത്, വേദന നമ്മെ പ്രാർത്ഥനാ വീരരാക്കുന്നു. നമുക്കറിയാം ദാനിയേലിൻ്റെ ചരിത്രവും
പൗലോസിൻ്റെ ചരിത്രം എല്ലാം വായിച്ചാൽ വേദനകളിൽ അവരുടെ പ്രാർത്ഥനാ ജീവിതം മുടങ്ങുന്നില്ല, പ്രാർത്ഥനാ ജീവിതം കുറയുന്നില്ല, പ്രാർത്ഥനാ ജീവിതം ക്ഷയിക്കുന്നില്ല, പ്രാർത്ഥനാ ജീവിതം ഓരോ ദിവസം കഴിയുന്തോറും മേൽക്കുമേൽ മെച്ചമായി തീരുന്നു. വേദന നമ്മെ പ്രാർത്ഥന വീരരാക്കുന്നു. അതുകൊണ്ട് വേദനയെ അനുഗ്രഹമാക്കി മാറ്റുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. വേദനകളിലാണ് നമുക്ക് ഈ കഴിവുകളെല്ലാം സ്വായത്തമാകുന്നത്. അതുകൊണ്ട് അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ജോസഫിനെയും ദാവീദിനെയും എല്ലാവരെയും കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം അവരുടെ വേദനകളെ അത്ഭുതമാക്കി മാറ്റിയത് കാണുന്നു. അതുകൊണ്ട് കഷ്ടതകളിലും പ്രശംസിക്കാൻ നമുക്ക് പഠിക്കണം. കർത്താവെ, നീ അനുവദിച്ച ഈ വേദനയിലൂടെ ഞാനെന്തോ ആയിത്തീരാൻ പോവുകയാണ്, അത് വേഗത്തിലായിത്തീരാൻ എന്നെ സമർപ്പിക്കും. വിശ്വസിക്കുക, കർത്താവ് വലിയവ ചെയ്യും. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്നിത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അവരുടെ വേദനകളെ അത്ഭുതവും അനുഗ്രഹവുമാക്കി മാറ്റാൻ ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ അവരിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതലുകളെ ഞാൻ കൽപ്പിക്കുന്നു. അബ്രഹാമിനും ജോസഫിനും ദാവീദിനും പൗലോസിനും ഇയ്യോബിനൊക്കെയും എല്ലാ വേദനകളും അവർക്ക് ഗുണമായും നന്മയായും മാറിയതുപോലെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയായി മാറട്ടെ. പിശാച് കൊണ്ടുവരുന്നതിനെ വിവേചിച്ച് ശാസിച്ച് മാറ്റാനും ദൈവം അനുവദിക്കുന്നതിനെ എല്ലാം അനുഗ്രഹമാക്കി മാറ്റാനും പ്രിയ പരിശുദ്ധാത്മാവ് ഇവരെ സഭയെ സഹായിക്കണം. ഇന്നു മുതൽ എല്ലാ വേദനകളും സങ്കടങ്ങളും അത്ഭുതമായി മാറട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ശാപങ്ങൾ ഈ ജനത്തെ വിട്ടുമാറട്ടെ. ഇവർ ഉയർച്ചകൾ പ്രാപിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ ആഴ്ചയിൽ നമ്മൾ ജയകരമായി ദൈവത്തിൻ്റെ വിലപ്പെട്ട വചനം ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു, ബലപ്പെട്ടു. കർത്താവിൽ ബലപ്പെടാം. ഞായറാഴ്ച പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ കാലൂന്നുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗത്തോടുകൂടി നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താം. കർത്താവിൽ പ്രസിദ്ധനായ ഒരു ദൈവദാസൻ നമ്മോടുകൂടെ ഈ പ്രാർത്ഥനയിലുണ്ട്. ആ മീറ്റിങ്ങിൽ നമുക്ക് ജയകരമായ ഒരു അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ കരം കൂടിയിരിക്കട്ടെ. ഞായറാഴ്ച രാവിലെ 8 മണിക്കാണ് നമ്മുടെ സഭായോഗം. പലയിടങ്ങളിൽ നിന്ന് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.